കോട്ടയം മോനിപ്പള്ളി ചീങ്കല്ലിൽ സെന്റ് തോമസ് LP സ്കൂൾ ഇന്നൊരു പൂന്തോട്ടമാണ്. ഓറഞ്ചും മഞ്ഞയും നിറത്തിൽ മനോഹാരിത പകരുന്ന പൂക്കൾ ആരുടെയും മനം കവരും. സ്കൂളങ്കണവും പ്രവേശന വഴിയും ചെണ്ടുമല്ലിപ്പൂവിന്റെ സൗരഭ്യത്താൽ നിറഞ്ഞിരിക്കുകയാണ്. സ്കൂൾ മാനേജരും ചീങ്കല്ലിൽ സെന്റ് തോമസ് പള്ളി വികാരിയുമായ ഫാദർ ജോൺ പൊതിയിട്ടേലിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ കോമ്പൗണ്ടിൽ മനോഹരമായ ചെണ്ടുമല്ലിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പള്ളിയിലും സ്കൂളിലും എത്തുന്ന വിശ്വാസികളും രക്ഷിതാക്കളുമെല്ലാം ഇവിടെ നിന്ന് ചിത്രം പകർത്തിയാണ് മടങ്ങുക. പുറമേ നിന്നും ചെണ്ടുമല്ലിയുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ സന്ദർശകർ എത്തുന്നുണ്ട്. ഇങ്ങനെ 2000-ലധികം ചെണ്ടുമുല്ല പൂക്കൾ, ജമന്തി പൂക്കളാണ് ഇവിടെ ഉള്ളത്. ഏകദേശം എല്ലാ ചെടികളും തന്നെ വളരെ ഭംഗിയായിട്ട് കായ്ച്ചിട്ടുണ്ട്, എല്ലാം തന്നെ പൂത്തിട്ടുണ്ട്. കൃത്യമായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് ജൈവ കൃഷി ഉപയോഗിച്ച് ചാണകവെള്ളം ഒഴിച്ച് എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് നനച്ച് ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. കാര്യക്ഷമമായിട്ട് ഇതേപ്പറ്റി കുട്ടികൾക്ക് കൃത്യമായിട്ട് ഇത് പറയാനും, കൃഷി ചെയ്യുന്നത് മാത്രമല്ല ഇവർ വീട്ടിലും ഇതേ കൃഷികൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഇതേപ്പറ്റി ഇതിൻ്റെ ഓരോ ഘട്ടവും അവർക്ക് എഴുതി വെക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് അവരുടെ മനസ്സിലേക്ക് വളർന്ന് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാലും വലിയൊരു മോട്ടിവേഷൻ നൽകുന്ന രീതിയിലാണ് നമ്മൾ ഈ കൃഷി ചെയ്തിരിക്കുന്നത്. ഫാദർ ജോൺ പൊതിയിട്ടേലും കുട്ടികളുമാണ് പൂന്തോട്ടത്തിന്റെ പ്രധാന പരിപാലകർ. സ്കൂളിലെ ഓണാഘോഷ ആവശ്യങ്ങൾക്ക് ശേഷം ബാക്കി വരുന്ന പൂക്കൾ മാർക്കറ്റിൽ വിൽപ്പന നടത്താനാണ് തീരുമാനം. ചെണ്ടുമല്ലിപ്പൂ കൃഷിക്ക് പുറമെ ഇഞ്ചി, പയർ എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞയിടെ കാബേജ് കൃഷിയുടെ വിളവെടുപ്പ് നടന്നിരുന്നു. കുട്ടികൾക്ക് വിഷരഹിതമായ പച്ചക്കറി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തോട്ടം ഒരുക്കിയിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.